അനുഗ്രഹീതമായ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് എന്ന ഒരു താപസ സന്യാസിനി സമൂഹം ഇന്ന് ഇവിടെ ജന്മമെടുക്കുന്നു. ഔദ്യോഗികമായിട്ട് അതിനെ മോണസ്തീരിയം സൂയി ജൂറിസ് എപ്പാർക്യാലിസ് എന്ന പേരിൽ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ധന്യമായ അവസരത്തിൽ ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കാനും ഈ പ്രിയ മക്കളോടൊപ്പം ആയിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും നന്ദി പറയാനുമെല്ലാം നമ്മളിവിടെ ഒരുമിച്ച് ആയിരുന്നുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. താപസ സന്യാസ ജീവിതം സഭയുടെ ഹൃദയവും കരുത്തുമാണ്. എക്കാലത്തും പൗരസ്ത്യ ആധ്യാത്മികതയിലും ദൈവശാസ്ത്ര ദർശനത്തിലും സഭാദർശനത്തിലും ഒക്കെ താപസ സന്യാസ ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് തിരുസഭയിൽ പൗരസ്ത്യ പാശ്ചാത്യ സഭകളിലെല്ലാം വിലപ്പെട്ട ഒരു കാര്യമായും അമൂല്യ നിധിയായും തന്നെയാണ് സഭയുടെ ചരിത്രത്തിൽ ഉടനീളം കരുതപ്പെട്ടു വരുന്നത്. സന്യാസ ജീവിതത്തിന്, പ്രത്യേകിച്ചും താപസ സന്യാസ ജീവിതത്തിൻ്റെ നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമാണുള്ളതെന്ന് നമുക്കറിയാം. 3-4 നൂറ്റാണ്ടുകളിൽ ആരംഭിച്ച താപസ ജീവിതം മരുഭൂമിയിലെ അന്തോനിയോസിൻ്റെയും പക്കോമിയോസിൻ്റെയും വിശുദ്ധ ബേസുലിൻ്റെയും ഈ വലിയ സന്യാസ താപസ പിതാക്കന്മാരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ 4-ാം നൂറ്റാണ്ടിലൊക്കെ ആരംഭം കുറിച്ചതാണ് താപസ സന്യാസ ജീവിതം. ഏകാന്തതയിലേക്ക് നടന്ന് അകന്നുകൊണ്ട് ദൈവത്തിലേക്ക് നടന്ന് അടുത്തുകൊണ്ട് സഭയുടെ ഹൃദയത്തിൽ ഇടം നേടിക്കൊണ്ട് ലോകത്തെ മുഴുവനും ചേർത്ത് പിടിക്കാനായിട്ട് സാധിച്ച താപസ ശ്രേഷ്ഠരുടെ പവിത്രമായ ഓർമ്മകളുടെ തുടർച്ചയാണ് ഇന്ന് ഇവിടെ സമർപ്പിതരാകുന്ന പ്രിയപ്പെട്ട ഈ സഹോദരിമാരെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൽ നിന്നും നടന്നകന്നുകൊണ്ട് ദൈവത്തിലേക്ക് നടന്നടുത്തുകൊണ്ട് ലോകത്തെ മുഴുവനും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശരീരമായ തിരുസഭയുടെ ഹൃദയത്തിൽ ജീവിച്ചവരാണ് താപസ സന്യാസിമാർ. അതൊരു വലിയ സത്യമാണ്. ആ സന്യാസ പൈതൃകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് കാലം കടന്നു വന്നപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് വിവിധ സന്യാസ സമൂഹങ്ങൾ രൂപപ്പെട്ടു വന്നത്. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ സിദ്ധികളോടുകൂടി സന്യാസ സമൂഹങ്ങൾ രൂപപ്പെട്ടു വരാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ 2025 ഫെബ്രുവരി 11 അതുപോലെ ഒരു സമൂഹം രൂപപ്പെടുവാനായിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ അങ്ങനെ ഒന്നിന് ജന്മമെടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ തീരുമാനമായി. ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ്. അതിനുവേണ്ടി സവിശേഷമായി നിയുക്തനായിരിക്കുന്ന ആ ഒരു സിദ്ധി കൈമാറുന്നതിന്, അതിന് അത്തരത്തിലുള്ള ഒരു ദർശനം സ്വന്തമാക്കുവാൻ ദൈവം നമ്മുടെ ബഹുമാനപ്പെട്ട ഡൊമിനികച്ചനെ നിയോഗിച്ചു എന്നുള്ളതിന് ദൈവത്തിന് നന്ദി പറയാം. ആ ഒരു വലിയ സമർപ്പണത്തിൻ്റെ വഴിയിലേക്ക് ആത്മാവിനാൽ പ്രേരിതരായിട്ട് കടന്നു വന്ന പ്രിയപ്പെട്ട 7 സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ആദ്യവ്രതം എടുക്കുകയാണ്. അതോടുകൂടി തന്നെ ഈ ദേറ ഇവിടെ ഇറക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഇത്തരത്തിലുള്ള താപസ സന്യാസ ഭവനങ്ങളെ, സമൂഹത്തെ ദേറ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് പ്രാർത്ഥനയുടെയും താപസ ജീവിതത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അഗാധമായ വചനധ്യാനത്തിൻ്റെയും ജീവിതം കൊണ്ടുള്ള വചന പ്രഘോഷണത്തിൻ്റെയും ഒക്കെ ഒരു ഇടമാണ്, ഒരു ജീവിത ശൈലിയാണ്. സഭാപിതാവായ എഫ്രേം, സുറിയാനി സഭാ മൽഫാനായ അദ്ദേഹം അഗാധമായി വചനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. സ്ക്രിപ്ചർ ഹാസ് ബ്രോട്ട് മീ ടു ദ ഗേറ്റ് ഓഫ് പാരഡൈസ് ആൻഡ് ദ മൈൻഡ് സ്റ്റുഡ് ഇൻ വണ്ടർ ആസ് ഇറ്റ് എൻറ്റേർഡ് ഇൻ. ദൈവത്തിന്റെ വചനം, സുവിശേഷം പറുദീസായുടെ പടിവാതിൽക്കൽ ഇതാ എന്നെ എത്തിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പറുദീസായുടെ പടിവാതിൽക്കൽ എന്നെ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് എൻ്റെ മനസ്സ് അത്ഭുതം കൊണ്ട് നിറയുകയാണ്. അപ്പൊ പറുദീസ അല്ലെങ്കിൽ സ്വർഗത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നിത്യം തീർത്ഥാടനം നടത്തുവാൻ ഓരോ ദിവസവും സാധിക്കുന്നവരാവണം താപസ സന്യാസ ജീവിതത്തിലായിരിക്കുന്നവർ എന്നുള്ള സന്ദേശമാണ് ഈ സഭാപിതാവിന്റെ മൽഫാന്റെ വാക്കുകൾ. അത്രമാത്രം അഗാധമായ വിധം വചനത്തെ കുറിച്ച് ധ്യാനിക്കുവാനുള്ള ഒരു ഉൾവിളിയും ഒരു നിയോഗവും ആണ് ഇവിടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ സമർപ്പണത്തിലൂടെ ഏറ്റെടുക്കുന്നത്. നിസ്സാരമായ കാര്യമല്ല. ഇതൊരു ഒളിച്ചോട്ടമല്ല, മറിച്ച് ആന്തരികതയിലേക്കുള്ള ഉൾപ്രവേശമാണ്. മരുഭൂമിയിലേക്കുള്ള പലായനത്തെ കേവലം ഭൂമിയിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടമായിട്ടല്ല കാണേണ്ടത്. ലോകത്തിന്റെ വശ്യതകളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ്. ലോകത്തിന്റെ ആസക്തികളിൽ നിന്നുള്ള പലായനമാണ്.
അത് ദൈവഹൃദയത്തിലേക്കുള്ള പ്രവേശനമാണ്. ദൈവഹിതാനുസാരമുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. ദൈവത്തിന്റെ ഹിതം ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗരാജ്യത്തെ സംലഭ്യമാക്കുന്ന, സന്നിഹിതമാക്കുന്ന ഒരു സമർപ്പണമാണ്. സ്വർഗരാജ്യത്തെ ലോകത്തിന് സന്നിഹിതമാക്കുകയും സംലഭ്യമാക്കുകയും ചെയ്യുന്ന സമ്പൂർണമായ സമർപ്പണമാണ്. അതിലൂടെയാണ് നമ്മൾ സ്വർഗരാജ്യത്തിന്റെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ബോധപൂർവം ചിന്തിച്ചെടുക്കുകയും ധ്യാനത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ആ ഒരു വശ്യതയിൽ അമഗ്നനായിക്കൊണ്ട് അത്ഭുത പരവശയാവുകയും ചെയ്തു. അതാണ് ഈ പിതാക്കന്മാരുടെയൊക്കെ ഹൃദയ ദർശനം എന്നൊക്കെ പറയും. ആ ഒരു ബോധ്യങ്ങളുടെ വഴികളിലേക്ക് പ്രിയപ്പെട്ട മക്കളെ ഈ നാളുകളിലൂടെ നിങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. ഇങ്ങനെ ഒരു ചിന്തയും ഒരു കാഴ്ചപ്പാടുമുള്ള ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നുവെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡൊമിനിക്കച്ചന് പങ്കുവെച്ചപ്പോൾ അതിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ബാഹ്യമായിട്ട് അതിനെ ഡിസ്കറേജ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഹൃദയം കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ബാഹ്യമായിട്ട് അതിനെ ഡിസ്കറേജ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ ആയിരിക്കണമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും ബോധ്യമുണ്ട്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ബാഹ്യമായിട്ട് ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ കാരണം അത് എന്തുമാത്രം സത്യസന്ധമാണെന്നും എന്തുമാത്രം അത് ദൈവഹിതമാണെന്നും എന്തുമാത്രം അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഒക്കെ പരിശുദ്ധാത്മാവ് അവർക്കും എനിക്കും ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണെന്നത് ഞാൻ വിശ്വസിച്ചു, ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് പരിശുദ്ധാത്മാവിൽ നിന്നായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു വന്നു സാവധാനം. ഇപ്പോൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക മാത്രമല്ല, സമ്പൂർണമായി ഉൾക്കൊള്ളുകയും ഈ തിരുസഭയുടെ ഹൃദയത്തിലെ ഒരു മുളച്ചു വരുന്ന ഒരു ചെടിയായിട്ട് അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയിൽ. ആ ഒരു കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതിനൊക്കെ വേണ്ടി നിയുക്തരായവര്, തിരഞ്ഞെടുക്കപ്പെട്ടവര് ഈ പ്രിയപ്പെട്ട മക്കളാണ്. ഇവർ 7 പേരുമാണ് അതിന്റെ ആദ്യം സമർപ്പിതരാകുന്ന ആദ്യകാല മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏതൊരു സന്യാസ സമൂഹത്തിന്റെയും ആദ്യകാല ഒന്നാമത്തെ സമൂഹം എന്ന് പറയുന്നത് എന്നും ചരിത്രത്തില് അതിന്റെ ചരിത്രത്തിൽ എന്നും ഇടം ഉള്ളവരാണ്. അവരുടെ ജീവിതവും അവരുടെ പുണ്യപ്പെട്ട ദർശനങ്ങളും അവർ വിശുദ്ധരായിരിക്കുമ്പോൾ മാത്രമാണ് തുടർന്നുള്ളതും വിശുദ്ധമാകുക. എന്തുമാത്രം അഗാധമായ ആഴമായ ഒരു വിശുദ്ധിയിലേക്കാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഇത് വ്യക്തമാക്കുകയാണ്. അടിസ്ഥാന ശിലകൾക്ക് ഇളക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ പണിതുയർത്തുന്നത് മുഴുവനും ബലവത്തായിരിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. അടിസ്ഥാന ശിലകള് അത്ര കണ്ട് ദൃഢമായിരിക്കണം. അടിസ്ഥാന ദർശനങ്ങൾ അത്ര വ്യക്തതയുള്ളതായിരിക്കണം. അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളിൽ ഒരു തരത്തിലും ഒരു വിള്ളലും വിട്ടുവീഴ്ചയും ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനെല്ലാം കരുത്ത് പകർന്നുകൊണ്ട് അവരുടെ ദർശനം ഏറ്റുവാങ്ങി പങ്കുവയ്ക്കുന്ന, അതിന് ഉപകരണമായി മാറിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനെയും ഈ കാലഘട്ടത്തിൽ ദൈവം സുവിശേഷ പ്രഘോഷണത്തിന്റെ ഉപകരണമാക്കുകയായിരുന്നു. അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് അത് കൂടുതൽ ആഴമായ ഒരു ആധ്യാത്മികതയിലേക്കും കൂടുതൽ അഗാധമായ ഒരു സഭാദർശനത്തിലേക്കും കൂടുതൽ തീക്ഷ്ണമായ താപസ ജീവിതത്തിലേക്കും എത്തിച്ചേരേണ്ടതാണെന്ന ചിന്ത അച്ഛനെ പരിശുദ്ധാത്മാവ് ആ ചിന്തയിലേക്ക് നയിച്ചത്. ആ ചിന്തയുടെ എല്ലാം പരിണിത ഫലമായിട്ടാണ് ദൈവം ഇങ്ങനെ ഒന്നിന് രൂപം കൊടുക്കുവാനായിട്ട് ഇടയാകുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. സന്യാസ ദൈവവിളികൾ വിരളമാകുന്ന ഒരു കാലഘട്ടത്താണ് ഇതുപോലെ മക്കൾ, അതും വളരെ അധികം സാധ്യതകൾ ലോകത്തിന് മുന്നിൽ ഉണ്ടായിരുന്നവർ, ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞവർ, അങ്ങനെയൊക്കെയുള്ള മക്കൾ തന്നെ അതിനെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് കടന്നു വരാൻ ഇടയാകുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. അതിനോട് ചേർന്ന് പിന്നീടും ഈ വഴിയിലേക്ക് കടന്നു വരാനുള്ള ഒരു നിരയും കർത്താവ് രൂപപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ടെന്നുള്ളതും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണിതെന്നതിന്റെ സൂചനയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ വഴികളിലേക്ക് അവിടുന്ന് ആവശ്യമുള്ളവരെല്ലാം വിളിക്കും. താപസ ജീവിതത്തിലേക്കും സമ്പൂർണ്ണ സമർപ്പണത്തിലേക്കും ഓരോ കാലഘട്ടത്തും ആവശ്യമുള്ളവരെ എല്ലാം ദൈവം വിളിക്കും. അത് ഏത് സന്യാസ സമൂഹത്തിലാണ്, ഏത് കോൺഗ്രിഗേഷനിലാണ്, എപ്പോഴാണ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ആകുലപ്പെടേണ്ട. നമ്മൾ നമ്മുടെ സിദ്ധി അതിന്റെ ശരിയായ അർത്ഥത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ജീവിച്ചു വളരുമ്പോൾ ദൈവം ആവശ്യമുള്ളവരെല്ലാം കൊണ്ടുവരും. എവിടെയെല്ലാം സിദ്ധികൾക്ക് കുറവ് വരുന്നുവോ അവിടെയൊക്കെ ആയിരിക്കും പലപ്പോഴും ദൈവവിളികൾക്ക് വൈരല്യം അനുഭവപ്പെടുന്നതും എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് നമ്മളെ തന്നെ കൂടുതൽ സമർപ്പിക്കാം, കൂടുതൽ തീക്ഷ്ണമായി സമർപ്പിക്കാം. അതിനൊക്കെ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സന്യാസ ജീവിതത്തിന്റെ അടിസ്ഥാന ദർശനങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായ ക്രൈസ്തവ ജീവിതത്തിന്റെ ഉത്കൃഷ്ടമായ സമർപ്പണമാണ്.
ആദിമ സന്യാസം മരുഭൂമിയിലൊക്കെ രൂപപ്പെട്ടു വന്നതിന്റെ പിറകിലുള്ളത് സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഒരു 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ മതപീഡനങ്ങളൊക്കെ കുറഞ്ഞു വന്ന ഒരു കാലം, കൂടുതൽ ഭൗതിക സൗകര്യങ്ങളും സാധ്യതകളും ഒക്കെ സഭയിലേക്ക് കടന്നു വന്ന കാലം, ഉപരിതീഷ്ണതയോടുകൂടി സമ്പൂർണമായി സമർപ്പിക്കാൻ സുവിശേഷത്തിന് വേണ്ടി മരിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭ്യമല്ലാതെ വന്നപ്പോൾ സുവിശേഷത്തിന് വേണ്ടി മരിക്കുന്നതിന് തുല്യമായ ഒരു ജീവിതം നയിക്കാൻ, ഒരു വൈറ്റ് മാർട്ടിടത്തിലേക്ക് കടന്നു വരാൻ, രക്തസാക്ഷിത്വം അത്ര കണ്ട് സാധ്യമല്ലാതെ വന്ന ഒരു സാഹചര്യത്തിൽ രക്തസാക്ഷിത്വ സമാനമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി അത്രയേറെ തീക്ഷ്ണതയോടുകൂടി സുവിശേഷത്തിന് വേണ്ടി ഓരോ ദിവസവും മരിച്ചുകൊണ്ട് തീക്ഷ്ണതയോടുകൂടി ശോഭിതരായി ജീവിക്കുവാൻ, ഓരോ നിമിഷവും മരിച്ചുത്ഥാനം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിച്ച പിതാക്കന്മാരാണ്, ആഗ്രഹിച്ച വ്യക്തികളാണ് മരുഭൂമിയുടെ ഏകാന്തതകളിലേക്ക് ലോകത്തിന്റെ ആകർഷണങ്ങൾ വിട്ട്, ലോകത്തിന്റെ ആദരവുകൾ ഉപേക്ഷിച്ച്, ലോകത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബഹുമതികൾ ഒന്നും വേണ്ടാന്ന് വെച്ചുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് കടന്നുപോയത്. അങ്ങനെ കടന്നു വന്ന് അത്രമാത്രം തീക്ഷ്ണതയിൽ, അത്ര കണ്ട് ഉന്നതമായ ഒരു ദർശനത്തിലാണ് സന്യാസം പിറന്നു വീണത്. ആരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ലത്, പക്ഷേ സുവിശേഷത്തിന്റെ ഈ ധന്യമായ ജീവിതത്തിൽ, ഈ ജീവിത ശൈലിയിലേക്ക് പലരും ആകർഷിക്കപ്പെട്ടു വന്നു. അകലങ്ങളിലേക്കും മരുഭൂമിയിലേക്കും ഏകാന്തതകളിലേക്കും മാറിപ്പോയവരെ തേടി ആളുകൾ എത്തുന്നുണ്ട്. അവരാരെയും വിളിച്ചു വരുത്തുന്നില്ല, അവരൊന്നും കൊട്ടിഘോഷിക്കുന്നില്ല, അവര് ആരവങ്ങൾ ഉയർത്തുന്നില്ല, അവരൊരു പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. അവരെ തേടിയിട്ട് ലോകത്തിന്റെ വഴിയുടെ നിസ്സാരതയെ കുറിച്ചും അതിന്റെ അർത്ഥശൂന്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി സുവിശേഷപാതയിലേക്ക് നടക്കുന്നവർ നേരെ ചെന്നെത്തുകയാണ്. സുവിശേഷത്തിന്റെ വഴിയിലേക്ക് നടന്നു നീങ്ങാൻ ആഗ്രഹിച്ചവർ ലോകത്തിന്റെ വഴി വിട്ടിട്ട് നേരെ ചെന്നെത്തിയത് മരുഭൂമിയിലാണ്. ആ മരുഭൂമിയിൽ അങ്ങനെ സഭ രൂപപ്പെട്ടു വരികയാണ്. സഭയുടെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. ആദിമ ക്രൈസ്തവ സമൂഹം ജീവിച്ച നടപടി പുസ്തകം 2-4 അധ്യായങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ആ ദർശനങ്ങൾ, 2-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിലൊക്കെ കാണുന്നത് പോലെ അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. ആ ഒരു താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന തീക്ഷ്ണമായ സമർപ്പണത്തിന്റെ സുന്ദരമായ അനുഭവങ്ങൾക്കും മങ്ങലേക്കുന്നൊന്ന് കണ്ടപ്പോഴാണ് അങ്ങനെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് അവർ മരുഭൂമിയിൽ ഒന്നിച്ചു കൂടിയത്. എല്ലാം പങ്കിടാൻ വേണ്ടിയിട്ട് വിശ്വാസ സമൂഹം തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം സ്ത്രീഹന്മാരുടെ പാദാന്തികത്തിൽ സമർപ്പിച്ചു. അവിടെ ആർക്കും മുട്ടുപാടുണ്ടായിരുന്നില്ല, എല്ലാവർക്കും ആവശ്യാനുസൃതം നൽകപ്പെട്ടു. ആ ഒരു ചിന്തയും കാഴ്ചപ്പാടും ജീവിതശൈലിയും കുറഞ്ഞു വരുന്നുവെന്ന് കണ്ടപ്പോഴാണ് അതിൽ കുറവ് വരാൻ പാടില്ല എന്ന ഉറപ്പോടുകൂടി കുറെ ആളുകൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടുകൊണ്ട് സുവിശേഷം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ എല്ലാം പങ്കുവെച്ചുകൊണ്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറായി മുൻപോട്ട് വന്നത്. അതാണ് സന്യാസം. ആ സന്യാസത്തിന്റെ ജീവിതമാണ് ഇന്നും തുടരുന്നതും തുടരേണ്ടതും. അതിലെവിടെയെല്ലാം കുറവ് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ സന്യാസം മരിക്കും, അവിടെയൊക്കെ ദൈവവിളികൾ കുറഞ്ഞു വരും, അവിടെയൊക്കെ കർത്താവിന്റെ കൃപ നഷ്ടപ്പെട്ടു വരും. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സഭയെന്നും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അപ്പൊ ആ വഴികളിൽ പുതിയ ഊർജം പകരാൻ വേണ്ടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം അങ്ങനെയുള്ള തപസ്വിനികളെയും താപസന്മാരെയും വിളിച്ചുകൂട്ടും, അവർക്ക് രൂപം കൊടുക്കും. അങ്ങനെ ഒന്ന് രൂപപ്പെട്ടു വന്നതാണ് ഇവിടെ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്.